ഇന്ന് നമ്മളെ റോഡ് ഉദ്ഘാടനമാണ്. അപ്പോൾ MLA എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ കാണേ. വിളക്കോട് പാറാടമുക്ക് വണ്ടക്കുഞ്ചാർ റോഡിലാണ് നമ്മുടെ ഈ റോഡ് ഉദ്ഘാടനം. അവിടെയുള്ള ജനങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഈ റോഡ് ടാറിടുക എന്നുള്ളത്. കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അതിലെ നടക്കാനും വണ്ടിയും കൊണ്ട് പോകാനൊക്കെ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുത്തി ഒലിച്ച് വെള്ളം വന്ന് റോഡ് ആകെ മോശമാവുമായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും നല്ല സന്തോഷമാണ്. നമ്മൾ സണ്ണി ജോസഫ് MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും 1000 നന്ദി. പായസം വെച്ചും പൊട്ടാസ് പൊട്ടിച്ചും മുട്ടായി വിതരണം ചെയ്തും ആഘോഷം തന്നെയായിരുന്നു. നമുക്ക് ആ വിശേഷങ്ങൾ കാണാൻ. ഷമീർത്തിയെല്ലാം ബലൂണെല്ലാം എടുത്ത് സെറ്റ് ആയിരുന്നിട്ടുണ്ട്. ശ്രീനേച്ചി ആയി ഇതാരാ? അയ്യോ, ബലൂണിൻ്റെ ഉള്ളിൽ ഒളിച്ചാ നോക്കട്ടെ. നമ്മൾ ഇക്വാലിക്കാന്നേ. അപ്പോൾ ബലൂണെല്ലാം പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. MLA സ്വീകരിക്കാനാ? അപ്പൊ എന്തൊക്കെയുണ്ട് നമ്മളെ റോഡിനെ കുറിച്ച് വേണ്ടി വർത്താനം എന്ന് പറഞ്ഞേ? ആ, മെമ്പർ വരട്ടല്ലേ? പഞ്ചായത്ത് ഏറ്റവും ക്രെഡിറ്റ് വലിക്കല്ലേ അതാണ്. പിന്നെ സെക്കൻഡ് മിനി ചാത്ത ഉള്ളതല്ലേ വിചാരിച്ചല്ലേ. എന്റെ വാർഡിൽ ഒറ്റ റോഡ് കിട്ടിയിട്ടില്ല. 2ാം വാർഡില് ഒറ്റ റോഡ് പോയിട്ട് 15-3 ഏറെ കാലത്തെ ഈ പ്രദേശത്തെ താമസക്കാരുടെ ചിരകാല അഭിലാഷം ഇന്നത്തെ ഈ ദിനത്തിൽ പൂവണിയുകയാണ്. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വരുത്തി മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ ഈ റോഡിൻ്റെ നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിനായി ഈ റോഡിന് വേണ്ടി പ്രയത്നിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം ശക്തമായി ഇടപെട്ട വാർഡ് മെമ്പർ, അതോടൊപ്പം തന്നെ ഫണ്ടനുവദിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട MLA സണ്ണി ജോസഫ് സാർ, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് നമ്മളെ വാർഡ് മെമ്പറാണ് വിനേച്ചി. വിനേച്ചി എല്ലാ പരിപാടിയിലും സജീവമായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മളെ നെയ്യക്കുട്ടീൻ്റെ വകയാണ് റോഡ് ഉദ്ഘാടനത്തിന് മിഠായി കൊടുക്കുന്നത്. നെയ്യ എൻ്റെ വകയ മുട്ടായി. അവള് പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ മുട്ടായും ബലൂണെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആദി എല്ലാരും റോഡ് ഉദ്ഘാടനത്തിന് വന്നയാ? മുട്ടായി കിട്ടിയാ? എന്നാ ഇപ്പം കിട്ടും. പായസം വേണ്ട മുട്ടായി വേണ്ടേ? പായസ. ശ്രീനേച്ചി റെലീവയും കൂടി തിരക്കിട്ട പണിയാണ് കാണുന്നത്. ഇതാണ് നാട്ടുകാർ കാണുന്നില്ലേ? നമുക്ക് മഹാത്മാഗാന്ധി റോഡ് ഈ പ്രദേശവാസികളുടെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ബഹുമാന്യനായ സണ്ണി ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ എല്ലാവരുടെയും ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇവിടെ എല്ലാവരും വാല് റഷീഖാനെ കുറിച്ചിട്ടേ ഉള്ളൂ. അപ്പം വാദോരാതെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമ്മളെ MLA എത്തിയിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. നമ്മളെ നാട്ടുകാർ മൊത്തം ഉണ്ട്. നമ്മളെ MLA സാറ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വിനീച്ചി, നമ്മളെ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് നാട്ടുകാരി നിലയിൽ എന്നാ പറയാനുള്ള? ഇത് ചെറിയ റോഡാണ്, പക്ഷേ ഇത് ഈ ഒരു വലിയൊരു ഇറക്കം അത് എത്ര മണ്ണിട്ടാൽ ഒന്നും ലെവലാവാത്തത് കൊണ്ടാണ് നമ്മളിത് പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ വെക്കുകയും ഇത് എങ്ങനെയെങ്കിലും ചെയ്യിക്കൊണ്ട് നമ്മൾ എല്ലാ ശ്രമം നടത്തിയായിരുന്നു. കല്ലിട്ടിട്ടും മണ്ണിട്ടിട്ടൊക്കെ. പക്ഷെ ഒരു മഴക്കാലം കഷ്ടി അത്ര ആ റോഡിന് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളെ മെമ്പറെ കണ്ടു, പഞ്ചായത്തിൽ പറഞ്ഞു. അപ്പോൾ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് വന്നു. പക്ഷേ ഇതിനുള്ള ഫണ്ട് അന്ന് അനുവദിച്ച് കിട്ടിയില്ല. അങ്ങനെയാണ് ഇത് MLA ഫണ്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ട സണ്ണി ജോസഫ് സാർ, പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിന്ദു, ബഹുമാന്യരായ വൈസ് പ്രസിഡന്റ്, വേദിയിലുള്ള രാജുവേട്ടൻ, പ്രതാപ്, നമുക്ക് ഉൾപ്പെടെയുള്ള വേദിയിലും തരത്തിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ,
ഏറെ സന്തോഷപ്രദമായ ഒരു സായാഹ്നത്തിനാണ് നാം സാക്ഷി വഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ഈ റോഡ്. കുത്തനെയുള്ള കയറ്റം എന്ന നിലയിലും ആളുകൾക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായ ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്ത് ഒരുപാട് ആളുകളുടെ ചിരകാല സ്വപ്നമായ നമ്മുടെ റോഡ് ഇവിടെ പൂർത്തീകരിക്കാൻ ബഹുമാന്യരായ MLA ആസ്തിയുടെ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചു. ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്തിലെ മെമ്പർമാരായിട്ടുള്ള ശ്രീ സുജി റഷീദ്, അതുപോലെ തന്നെ മിനി, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നോക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 4ാമത്തെ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഏതൊരു പ്രദേശത്തിൻ്റെയും വികസനം എന്ന് ആളുകൾ ഉദ്ദേശിക്കുന്നത് റോഡും തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ എല്ലാം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം റോഡ് വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിന് ഇനിയും ബഹുമാന്യ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി ബിന്ദു, വൈസ് പ്രസിഡന്റ്, മെമ്പർമാര്, പ്രിയപ്പെട്ട രാജു, മറ്റ് സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, ഇവിടെ പറഞ്ഞതുപോലെ വഴക്കുന്നിൻ്റെ ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് 4 റോഡുകൾക്ക് പണമനുവദിച്ച് അത് പൂർത്തീകരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഈ വൈകുന്നേരം സാധിച്ചു. അതിൽ 4ാമത്തേതാണ് ഈ റോഡ്. നന്നായിട്ട് തന്നെ പണി ചെയ്തിട്ടുണ്ട്. ഇവിടെ റഷീദ് പറഞ്ഞതുപോലെ കുത്തനെയുള്ള റോഡാണ്. ആ റോഡ് ഇങ്ങനെ പണിയെടുത്തില്ലെങ്കിൽ ആളുകൾക്കുള്ള വലിയ പ്രയാസമുണ്ട്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം MP ഫണ്ടിൽ നിന്ന് ഇവിടെ തന്നെ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുന്ന ഒന്നെങ്കിൽ സ്കൂൾ ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ. ഉദ്ഘാടനം മൈസൂരിൽ നിർവഹിക്കും. നല്ല അരിപ്പായസം എങ്ങനെയുണ്ട്? അടിപൊളി പായസം. ഇത് സെമീർത്ത ബ്രാൻഡ്, സെമീറ സ്പെഷ്യലാണ്. ഇപ്പം കലാപരിപാടി ഉണ്ട് ചെറുതായിട്ട്. അതിൻ്റെ കൂടെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു ജ്യൂസ് കട ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. നമ്മൾ സെമീർത്ത സ്പെഷ്യൽ ആട്ടാ. അതല്ല പായസം കുടിക്കുന്നുണ്ടാ? നാവള്ളിപ്പോയാ മെല്ലെ കുടിക്കണേ. നമ്മളെ കുട്ടിപ്പട്ടാളെല്ലാരും ഉണ്ട്. റഷാദ് എങ്ങനെയുണ്ട്? നമ്മളെ റോഡെല്ലായിട്ട് അടിപൊളിയല്ല? എന്നാ പറയാണ്ട്? നല്ല റോഡല്ല, സുഖമായിരിക്കുന്നു. പായസം സെമീർത്താന്റെ സ്പെഷ്യൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? അവനേച്ചി, നമ്മളെ നാട്ടിൽ പുതിയ റോഡൊക്കെ വന്നിട്ടുണ്ട്. ആ, കുടിക്കുന്നുണ്ട്. സൂപ്പർ പായസാന്ന്. ചൂടുണ്ട്, കുട്ടികളൊന്നും ശ്രദ്ധിച്ച് കുടിക്കണേ. പേരെന്താ? ആര്യനെന്താ? അതല്ലേ, ഇതാ നമ്മളെ നാട്ടിൽ വന്ന 2 കുഞ്ഞുങ്ങളാന്നേ. പുതിയായിട്ട് താമസല്ലേ? എവിടെയായിരുന്നു വീട്? അങ്ങതായാല. ആയി ഒന്നും മിണ്ടൂലേ? ഒരു പാട്ട് പാടിയേ. നാണാ. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക.